ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണത് 1.5 കപ്പ് ഗോതമ്പാണ്. കൂടെ തന്നെ 1/2 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് 6 മണിക്കൂർ നേരം കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാവേ. 6 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഗോതമ്പും ഉഴുന്നും ഒക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിതാ ഇതിലേക്ക് ചേർക്കണത് 1/2 കപ്പ് അവൽ, 1/2 കപ്പ് തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം കുതിർത്തെടുത്തതാണ് കേട്ടോ. അവൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇതിന് പകരമായിട്ട് ചോറ് ചേർത്തിയാലും കുഴപ്പമില്ല. ഇനിതാ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് കുറച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചിട്ടെടുക്കണത്. ഗോതമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അരി അരച്ചെടുക്കുന്നതിൽ കഴിഞ്ഞും കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ ഇത് അരഞ്ഞ് കിട്ടാനായിട്ട്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണതാണ് ഒന്നുകൂടെ നല്ലത്. മുഴുവനും അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. ഇതും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് സഹായിക്കും. ഇനിതായി മാവൊന്ന് മൂടി വെച്ച ശേഷം 6 മുതൽ 8 മണിക്കൂർ വരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. നല്ല ചൂടൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ 5 മണിക്കൂർ തന്നെ മതിയാകും കേട്ടോ. അതുപോലെ 8 മണിക്കൂറിലും കൂടുതലായിട്ട് നമ്മൾ ഈ മാവ് പുറത്ത് വയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ പുളിയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയം പുറത്ത് വയ്ക്കരുതേ. ഞാൻ ഈ മാവ് പുറത്ത് വെച്ചിട്ട് 8 മണിക്കൂറായി. ഇത് നന്നായി തന്നെ പതഞ്ഞു വന്നിട്ടില്ലേ. നമ്മളിതായി മാവിലേക്ക് ഉപ്പൊന്നും ചേർത്തിയിട്ടില്ലായിരുന്നു. ഈ സമയം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് നമ്മുടെ മാവ് കൊണ്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. ഈ മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയും തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഈ ദോശ തയ്യാറാക്കാനായിട്ട് ഒരു ദോശത്തവ വെച്ച് കൊടുത്ത ശേഷം ചൂടായി വരുന്ന സമയത്ത് ഈ മാവ് ഒഴിച്ചിട്ട് പരത്തി കൊടുക്കാം. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് തന്നെ മതിയാകും. ഒരു സൈഡായിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ. നമ്മളൊക്കെ കൂടുതലായിട്ടും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടല്ലേ ദോശ തയ്യാറാക്കുക. ഇനി അതിന് പകരമായിട്ട് ഈ രീതിയിലൊന്ന് ദോശ തയ്യാറാക്കി നോക്കണേ. ഇത് ഗോതമ്പ് ദോശയാണെന്ന് പറയേയില്ല. നമ്മളിത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും ഒന്നുകൂടെ നല്ലതായിരിക്കുമല്ലോ. ഇതുവരെ ഇങ്ങനെ ഗോതമ്പൊക്കെ അരച്ചിട്ട് ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനലിൽ വേറെയും ഹെൽത്തി ആയിട്ടുള്ള കുറേ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്